മഹാശിവരാത്രി ദിവസമാണ്. അപ്പോൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും, അതായത് ശിവക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക പൂജയും പ്രാർത്ഥനയും ഒക്കെയുള്ള ദിവസമാണ് ഇന്ന്. ഭക്തരെല്ലാം, അതായത് വിശ്വാസികളൊക്കെയും ശിവഭക്തരൊക്കെയും ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ഉറക്കമിളയ്ക്കുന്ന ദിവസം കൂടിയാണിത്. മാത്രമല്ല ശിവാലയ ഓട്ടം തുടങ്ങി അല്ലേ, ശിവാലയ ഓട്ടങ്ങളൊക്കെ നടക്കുന്ന സമയമൊക്കെ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ശിവരാത്രി വിശേഷങ്ങളിലേക്ക് പോകാം. ആലുവ മണപ്പുറം ശിവരാത്രിക്കായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് ബലിതർപ്പണത്തിന് തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 100-ലധികം ബലിത്തറകൾ ആലുവ ക്ഷേത്രം അധികൃതർ സജ്ജീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മുതൽ നാളെ ഉച്ചവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് നിന്നും സൈഫുനീസയാണ് നമുക്കൊപ്പം ചേർന്നത്. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ഇപ്പം ആലുവ മണപ്പുറം പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞോ? ഈ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ആലുവ മണപ്പുറം ശിവരാത്രിയോടനുബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ആലുവ ശിവരാത്രി മണപ്പുറത്ത് ബലിതർപ്പണം നടത്താൻ ആയിരങ്ങളാണ് എല്ലാ വർഷവും എത്താറ്. ഇപ്പോഴും ആ ഒരു തിരക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ രാവിലെ മുതൽ തന്നെ ബലിതർപ്പണത്തിനായി നിരവധി പേരാണ് പല ഭാഗങ്ങളിൽ നിന്നായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 116 ബലിത്തറകളാണ് ഇവിടെ പല സ്ഥലങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ബലിതർപ്പണ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല നാടുകളിൽ നിന്ന്, പല പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവർ ബലി തർപ്പണം, അവരുടെ പിതൃക്കന്മാർക്ക് ബലി തർപ്പണം നടത്താനുള്ള പൂജാ കർമ്മങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാന്തി പറയുന്നതനുസരിച്ച് കൃത്യമായി അവർ പൂജകളെല്ലാം ചെയ്യുകയാണ്. അതിൻ്റെ ചടങ്ങുകളെല്ലാം ക്രമീകരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെയാകും പൂർണ്ണമായും ഈ ശിവരാത്രി മണപ്പുറം ശിവരാത്രിയുടെ ആ ഒരു ബലിതർപ്പണത്തിൻ്റെയൊക്കെ ഒരു എല്ലാം ഇതിലേക്ക് എത്തുക. കാരണം ഇന്ന് രാവിലെ മുതൽ ബലിതർപ്പണം നടത്താം എങ്കിൽ പോലും തിരക്ക് ഉണ്ട്. എങ്കിൽ പോലും സാധാരണ ശിവരാത്രിയുടെ ഉള്ള വൈകിട്ടുണ്ടാവുന്ന തിരക്കിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ടാകുമ്പോൾ ആ തിരക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം നടത്താം. അതുകൂടാതെ അടുത്ത ദിവസങ്ങളിലും ആ രീതിയിൽ തന്നെ ബലിതർപ്പണം നടത്താനുള്ള ഇതുണ്ട്. നാളെ ഉച്ചവരെ ശിവരാത്രി ബലിതർപ്പണം നടത്താൻ കഴിയും. അതുകൂടാതെ കുംഭമാസത്തിലെ അമാവാസി ആയതുകൊണ്ട് ചൊവ്വാഴ്ചയും ബലിതർപ്പണം നടത്താം. അങ്ങനെ 3 ദിവസം ബലിതർപ്പണം നടത്താനായി ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾക്കും ഈ പറയുന്ന വിശ്വാസികൾക്കൊക്കെ ഏറെ ഒരു സമയം എടുത്ത് തന്നെ ഇവിടെ വരികയും അവരുടെ ഒരു സമയം അനുസരിച്ച് തന്നെ പോവുകയും ഒക്കെ ചെയ്യാം. എങ്ങനെയുണ്ട്, തിരക്ക് വന്നു തുടങ്ങിയോ? തുടങ്ങി. ഇനി ഇത്തവണ 3 ദിവസം ബലിതർപ്പണം നടത്താൻ എങ്ങനെയൊക്കെയാണത്? ഇങ്ങനെയൊക്കെ 3 ദിവസം ഇന്ന് തുടങ്ങി നാളെ മറ്റന്നാൾ ഉച്ചയൊക്കെ ആകുമ്പോൾ സംഭവം. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ടാകുമ്പോഴായിരിക്കുമല്ലോ നല്ല തിരക്കിലേക്ക്? വൈകിട്ടാണ് തിരക്ക്, രാത്രി. അതാണ്, വൈകിട്ടാകുമ്പോഴാണ് കൂടുതൽ തിരക്കുകളൊക്കെ വരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. എവിടുന്നാ വരുന്നത്? കോട്ടയത്ത്. എല്ലാ തവണയും വരാറുണ്ടോ ശിവരാത്രിക്ക്? ഇവിടെ തന്നെയാണ് വന്ന് ബലിതർപ്പണം നടത്താൻ? ബലിയിടാറില്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നാണ്. കോട്ടയത്ത് നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. എവിടുന്നാണ് ഏട്ടാ വരുന്നത്? ബലിയിടാമെന്നാണോ? അല്ല, അമ്പലത്തിൽ തൊഴാമെന്ന്. നല്ല ക്യൂ ആണ്. രാവിലെ ഇവിടെ പൂജയായിരുന്നു, അതിനുശേഷമായിരുന്നു അമ്പലം തുറന്നത്. അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. ആ ക്യൂ കഴിഞ്ഞ് തൊഴുതൊക്കെ ഇറങ്ങി വരുന്ന ആളുകളുണ്ട്. ബലിതർപ്പണം നടത്താനായി പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. അവരൊക്കെ പുഴയിലേക്ക് ഇറങ്ങുന്നതാണ് ബലിതർപ്പണം നടത്തുവാനായിട്ട്. ഈ ഇത്തവണ വലിയ ക്രമീകരണങ്ങളൊക്കെ എല്ലാ തവണത്തെയും പോലെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ ബലിതർപ്പണം നടത്താനെത്തുന്ന ആളുകൾക്ക് 3 കോടിയുടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയുമാണ് ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ശിവരാത്രിയാകും ഇവിടെ ആലുവ മണപ്പുറത്ത് നടക്കുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വേലി കെട്ടി പുഴയിൽ നിന്ന് ആ പുഴയിലേക്ക് അധികം ഇറങ്ങിപ്പോകാതെ കൃത്യമായി ഇവർക്ക് മുങ്ങി നിവരാനുള്ള ഒരു പ്രദേശം, ആ ഭാഗം വേലി കെട്ടി തിരിച്ച് അങ്ങനെ ഒരു സുരക്ഷാ ക്രമീകരണം കൂടി ചെയ്താണ് ഇവിടെ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. സേതു.